ഇതിപ്പോ ദോഷം പറയാനൊന്നുമില്ല മോളെ. സൂര്യ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി എന്നാ എനിക്ക് തോന്നുന്നത്. ഇവരുടെ രണ്ടുപേരുടെ കൂട്ടത്തിൽ മോള് കൂടെ പോകുന്നുണ്ടെങ്കിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൃത്യമായിട്ട് നടക്കുമല്ലോ. അതൊക്കെ ശരിയാ സർ. പക്ഷെ ഞാൻ മുരുകമലയ്ക്ക് പോകുന്നത് പത്മ മാഡത്തിന് ഇഷ്ടാവോ? അമ്മയ്ക്ക് ഇഷ്ടാവോ ഇല്ലയോ അതൊന്നും സ്വാമി കാര്യാക്കണ്ട. ഇത് എന്റെ തീരുമാനം. പിന്നെ മല ചവിട്ടുന്നൊക്കെ ഒരു വിധിയാ, അല്ലേ അച്ഛാ? അങ്ങനെയല്ലേ താനും പറയാറ്. നമ്മൾ തീരുമാനിക്കുന്ന സമയത്തല്ല, ദൈവം തീരുമാനിക്കുന്ന സമയത്താണ് അത്തരം തീരുമാനങ്ങൾ വരികയെന്ന്. പിന്നെ ഈ കാര്യത്തിൽ എന്താ ഒരു സംശയം? സർ, എനിക്ക് സന്തോഷാണ്. അറുമുഖ ക്ഷേത്രത്തിൽ പോണെന്ന് ഞാൻ കുറെ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നതും. ആഗ്രഹങ്ങളൊക്കെ നീ സാധിച്ചെടുക്കുന്നുണ്ടല്ലോടി. നിന്നോട് മാലയുടെ ആരാ പറഞ്ഞേ? ചോദിച്ചു കേട്ടോ. ഒരു വീട്ടുവേലക്കാരി എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേകമായിട്ട് ചെയ്യണമെങ്കിൽ ആ വീട്ടുകാരുടെ അനുവാദം വാങ്ങണം. വീട്ടുവേലക്കാരി അങ്ങനെ ചെയ്യേണ്ടതാ. പക്ഷേ നന്ദിനി എന്റെ ഭാര്യ. നിന്നോട് ഞാൻ സംസാരിച്ചില്ല. ഭാര്യ പദവിയും വീട്ടിലെ സ്ഥാനവും ഒക്കെ ഉറപ്പിച്ചെടുക്കാൻ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുകയാണല്ലേ നീ? മാഡം, ഞാൻ സാറ് നിർബന്ധിച്ചിട്ടാ. നിർത്തടി. സാറ് നിർബന്ധിച്ചു പോലും. ഞങ്ങളൊക്കെ എന്താ പൊട്ടന്മാരാണോടി? നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നുണ്ട്, നടത്താനുള്ളതൊക്കെ നടത്തി എടുക്കുന്നുണ്ട്. മമ്മി സൂര്യൻ തമ്മിൽ വൈരാഗ്യം ചെയ്തോണ്ട് എളുപ്പമുണ്ടല്ലോ നിനക്ക്. വേണ്ട, നീ ആദ്യം പൂജാമുറിയിൽ കയറി മാല ഊരിട്ട് വാ. നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. അയ്യോ പത്മ, അത് പാപമാണ്. ആർക്ക്? ഇവൾക്കോ? ഇവള് ജനിച്ചതേ പാപ. ചെയ്തു കൂട്ടുന്നതൊക്കെ പാപം. എന്നാ പിന്നെ ഇതും കൂടെ ആയിക്കോട്ടെ. ഡീ ചെല്ല്. എന്താടി മമ്മി പറഞ്ഞത് കേട്ടില്ലേ? അനുസരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിന്റെ കഴുത്തി കിടക്കുന്ന ആ മാല ഞാൻ തന്നെ ഊരിയെടുക്കാം. അങ്കിൾ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ആന്റി അങ്ങനെ നിസ്സാരമായി അവഗണിച്ചുകൊണ്ട് ആരായാലും മുന്നോട്ടു പോകുന്നത് അത് ഒട്ടും ശരിയായ കാര്യമല്ല. ഇത്രയും കാലം ആന്റിയുടെ തീരുമാനങ്ങൾ അനുസരിച്ച ഈ കുടുംബം നന്നായിട്ട് പൊക്കോണ്ടിരുന്നത്. എടാ, അവക്ക് വേണ്ടത് എന്റെ സ്ഥാനമാണോ? അല്ല, പത്മയുടെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥാനം. കളിപ്പാവെ പോലെ ഒരുത്തനെ കയ്യിൽ കിട്ടിയെന്ന് കരുതി എന്റെ കുടുംബം ഭരിക്കാൻ നീ ശ്രമിക്കല്ലേ. നീ മാല ഊരി വെച്ചേ പറ്റൂ. എടി, 1000 ജന്മം ജനിച്ചാലും നിനക്ക് ഞങ്ങളെ പോലെയൊന്നും ആവാൻ പറ്റില്ല. സുദേവന്റെ തൊഴുത്തിൽ വളരുന്ന ഒരു എരുമമാടിന്റെ സ്ഥാനം, അതിന്റെ അപ്പുറത്തേക്ക് നീ മറ്റൊന്നും ശ്രമിക്കണ്ടടി. ഇത്രയും നേരം സമാധാനമായിട്ട് ഞാനിതൊക്കെ കേട്ടു നിന്നത് എന്റെ കഴുത്തിലിട്ടിരിക്കുന്ന മാലയ്ക്ക് ഞാനൊരു സത്യസന്ധത കാണുന്നുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ നന്ദിനെ ഇത്രയും ആക്ഷേപിക്കുന്നവര് ഈ രീതിയിലൂടെ നിൽക്കില്ലായിരുന്നു.